മംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിയെ കാണാതായതിൽ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. മാലിക് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കെണിയിൽ കുടുങ്ങി എന്നുള്ളതാണ് ചില ടെലിഗ്രാം ചാറ്റുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ടെലിഗ്രാമിലെ വ്യാജ പണം ഇരട്ടിപ്പ് സംഘമാണ് മാലിക്കിൽ നിന്ന് പണം തട്ടിയതെന്ന് മനസ്സിലായിരുന്നു. 3.5 ലക്ഷം രൂപയാണ് മാലിക്കിന്റെ കയ്യിൽ നിന്ന് കാണാതായത്. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പ, മാലിക് ഈ പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നാടുവിടുകയായിരുന്നോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അത്തരത്തിലുള്ള നിഗമനത്തിലേക്കാണ് എന്തായാലും പോലീസ് എത്തുന്നത്. മാലിക് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്ന അതിന് സൂചിപ്പിക്കുന്ന ചില വിവരങ്ങളും തെളിവുകളും പോലീസിന് ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു. അതിൽ മാലിക് ഉപയോഗിച്ചിരുന്ന ഫോണ് താമസിച്ചിരുന്ന മുറിയിൽ ഉപേക്ഷിച്ചാണ് മാലിക് പുറത്തേക്ക് പോയത്. ആ ഫോൺ പരിശോധിച്ചപ്പോഴാണ് നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഈ ടെലഗ്രാമിലൂടെയുള്ള ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനാണ് ഈ മാലിക് ഇരയായിട്ടുള്ളത്. ഈ പണം ഇരട്ടിപ്പ് സംഘം, വ്യാജ പണം ഇരട്ടിപ്പ് സംഘത്തിന്റെ വലയിലാണ് മാലിക് കുടുങ്ങിയത്. അതിൽ ആദ്യഘട്ടത്തിൽ ചെറിയ തുകകൾ മാലിക്കിനോട് ആവശ്യപ്പെടുന്നു. അതിൽ മാലിക് അത് പണം അയച്ചു കൊടുക്കുന്നു. അതിന്റെ ലാഭം മാലിക്കിന് 2 തവണയായി ലഭിച്ചിട്ടുണ്ട്. ചെറിയ തുകയുടെ ലാഭം മാലിക്കിന് 2 തവണയായി ഈ സംഘം നൽകി. അങ്ങനെ മാലിക്കിനെ ഇത് വിശ്വസിപ്പിച്ചു. പിന്നീട് വലിയ തുകകൾ ആവശ്യപ്പെട്ടു. അങ്ങനെ മാലിക് ഈ ലാഭം ഉണ്ടായതുകൊണ്ട് തന്നെ മാലിക് വലിയ തുകകൾ നൽകി. അങ്ങനെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊക്കെ വായ്പ വാങ്ങി ആ തുകകൾ നൽകി. പക്ഷേ പിന്നീട് ഈ പണം ഇരട്ടിപ്പോ ലാഭമോ ഒന്നും മാലിക്കിന് ലഭിച്ചിട്ടില്ല. നിക്ഷേപിച്ച പണം തിരികെ ചോദിച്ചപ്പോൾ വീണ്ടും വലിയ തുകകൾ നൽകിയാൽ മാത്രമേ അതിൻ്റെ ലാഭം ലഭിക്കുകയുള്ളൂ എന്നീ സംഘം പറഞ്ഞു. അങ്ങനെ പതിയെ പതിയെ മാലിക് ഈ സംഘത്തിൻ്റെ, ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ വലയിൽ അകപ്പെടുകയായിരുന്നു. പിന്നീട് അതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ പുറത്തു കടക്കാൻ മാലിക്കിന് സാധിച്ചില്ല. ഈ സംഘത്തിന് അവസാനമായി ടെലഗ്രാമിൽ മാലിക് അയച്ചിട്ടുള്ള സന്ദേശം ഇങ്ങനെയാണ്: തനിക്ക് ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നതാണ് അവസാന സന്ദേശം. വലിയ തുകകൾ ആവശ്യപ്പെട്ട് വീണ്ടും ഇത്തരത്തിലുള്ള സംഘം ഈ ആവശ്യപ്പെട്ടപ്പോൾ മാലിക് പിന്നീട് താമസിക്കുന്ന മുറിയിൽ നിന്നും ആരോടും ഒന്നും പറയാതെ ഒരു സ്കൂട്ടർ എടുത്ത് പുറത്തേക്ക് പോവുകയായിരുന്നു. പോലീസ് മാലിക്കിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതാണ് 3.5 ലക്ഷം രൂപയാണ് മാലിക്കിന് നഷ്ടപ്പെട്ടത്. നമ്മൾ ആവർത്തിച്ച് പ്രേക്ഷകരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതേപോലെ പല രൂപത്തിലും പല പേരുകളിലും തട്ടിപ്പ് സംഘങ്ങൾ വരും. ആ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളിൽ നിങ്ങൾ ഒരു കാരണവശാലും വീഴരുത്. പണം ഇരട്ടിച്ചു നൽകാം എന്ന് പറഞ്ഞുള്ളതാണ്.